എന്തെല്ലാം ചങ്ങായിമാരെ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ മിഞ്ഞാന്ന് ഒരു വീഡിയോ ചെയ്തതിന് ഇതിന് മുമ്പ് അതിലൊന്നൊരു കമൻറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ എൻ്റെ എല്ലാ രക്ഷിതാക്കളോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് കേട്ടോ, ഞങ്ങളുടെ മക്കൾ കൂടുതലായിട്ട് ഞങ്ങളോട് പൈസക്ക് ചോദിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ആ മക്കളെ ശ്രദ്ധിക്കണം കേട്ടോ. എങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പൈസകൾ നഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ, അതല്ലെങ്കിൽ ഞങ്ങളുടെ മക്കളെ സ്വഭാവത്തിന് എന്തെങ്കിലും മാറ്റങ്ങളുണ്ട് എങ്കിൽ എല്ലാ പേരൻസിനോടാണ് പറയുന്നത്, എൻ്റെ മകൻ നല്ലതാണ് എന്നൊന്നും ഞാനടക്കം പറയാണ്, എൻ്റെ മകൻ നല്ലതാണ് എന്ന് ഞങ്ങളാരും വിധി എഴുതിയരുത്. കാരണം എന്താണെന്നറിയാം, ഒന്നിൽ കൂടുതൽ ആൾക്കാർ, നമ്മളെ പരിചയമുള്ള ആൾക്കാർ, ഒന്നിൽ കൂടുതൽ ആൾക്കാർ എടാ നിൻ്റെ മോനൊന്ന് ശ്രദ്ധിക്കണേ എന്ന് എന്നോട് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. എപ്പോഴും ഞങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കണം ഞങ്ങളുടെ മക്കളെ. അവരെ ചലനം എങ്ങോട്ടാണ്, അവരെ പോക്ക് എങ്ങോട്ടാണ്, അവരാരാണ് കൂട്ടുകെട്ട്, അവരെവിടത്തെയൊക്കെ പോകുന്നുണ്ട് എന്നൊക്കെ ശ്രദ്ധിക്കാനുള്ള കഴിവ് പേരൻസിനുണ്ട് കേട്ടോ. ചില സമയത്ത് പ്രവാസിയായിരിക്കും ബാപ്പ, ഉമ്മയായിരിക്കും എല്ലാം നോക്കുന്നുണ്ടാകുക. പക്ഷെ എല്ലാ മാതാവിനും എല്ലാ ഉമ്മ ആയിരിക്കും, അല്ലെങ്കിൽ എല്ലാ അമ്മ ആയിരിക്കും എൻ്റെ മോൻ ശുദ്ധമാണ് എന്നാണ് 100% ഉമ്മമാരാവട്ടെ അമ്മമാരാവട്ടെ എല്ലാം. അതിൻ്റെ ഒരു അടയാളമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മിഞ്ഞാന്ന് 1.5 വയസ്സുള്ള കുട്ടീനെ കൊന്നിട്ടുണ്ടായിട്ടില്ലേ? ആ കൊന്നവനുണ്ടല്ലേ, കൊന്നവൻ്റെ അമ്മയാ ആരാണ്? ഉമ്മ വീഡിയോയിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോൻ ഒന്നും ചെയ്യൂല, എൻ്റെ മോൻ അതാണ്, എൻ്റെ മോൻ ഇതാണ്. അതൊരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. അതുപോലെ ഞങ്ങളുടെ മക്കൾ എന്ത് തെറ്റ് ചെയ്താലും ഉമ്മാരൊരിക്കലും സമ്മതിക്കൂല കേട്ടാ. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ മക്കളുടെ നീക്കങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നാളെ എവിടെ നിന്നാണ് മക്കൾക്ക് പൈസ വരുന്നത്, അല്ലെങ്കിൽ എൻ്റെ മക്കൾ എന്താ നേരം വെയ്ത് വരുന്നത്, എല്ലാം എന്തുകൊണ്ടാണ് എന്നൊക്കെ ശ്രദ്ധിക്കുക. നാളെ പത്രത്തിലോ ചാനലിലോ എവിടെയെങ്കിലും പേര് വരുമ്പോൾ കൈ മലർത്തിയിട്ട് കാര്യമില്ല. കാരണം നന്നാക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പഴയ ലെവലിൽ തിരിച്ചു കൊണ്ടുവരാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. പക്ഷേ ഞങ്ങളിൽ നിന്നും വിട്ടുപോകാൻ ഒരു സെക്കൻഡ് മതി. അതുകൊണ്ട് എല്ലാ പേരൻസിനോടാണ് എനിക്ക് പറയാനുള്ളത്, ആരെ മക്കളും ഫുള്ള് തികഞ്ഞതാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അപ്പോൾ എല്ലാവരോടും പറയാനില്ല, മക്കളുടെ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധ വേണം കേട്ടോ. നല്ലോണം ശ്രദ്ധിക്കാനുണ്ട്. പൈസ എവിടുന്ന് പോകുന്നുണ്ടോയെന്നോ, അല്ലെങ്കിൽ പൈസ എവിടുന്ന് അവരെ കയ്യിൽ കൂടുതൽ അവർക്ക് കിട്ടുന്നുണ്ട് എന്നോ എല്ലാം ശ്രദ്ധിക്കണം കേട്ടോ. പേരൻസിന് അറിയാലോ മക്കളുടെ കയ്യിൽ എവിടുന്നാണ് ഈ പൈസ വരാൻ, അവർക്ക് ജോലിയുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ, അല്ലെങ്കിൽ അവർ ഇത്രയും കൂടുതൽ പൈസ ചിലവാക്കുന്നത് എന്തിനാണ് എന്നൊക്കെ ശ്രദ്ധിക്കണം. ആരും മറന്നു പോകരുത്. എല്ലാ മക്കളും, എൻ്റെ വീഡിയോ കേൾക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. മക്കളെ 20, 25, 30 വർഷമൊക്കെ നിങ്ങളെ വളർത്തിയ നിങ്ങളുടെ ഉമ്മ ഉപ്പ കുടുംബക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ. അവർക്കൊക്കെ നല്ല പ്രതീക്ഷ ഉണ്ടാവും. നിങ്ങൾ കാരണം അവർക്ക് ജനിച്ചു വളർന്ന നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാക്കി എൻ്റെ മക്കളാരും മാറ്റരുത്. ഇൻഷാ അല്ലാഹ് സാലിയായ മക്കളാക്കട്ടെ, സാലിഹീങ്ങളാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.